യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് കൊച്ചുറാണി ജോസഫ്. ഞാൻ വരുന്നത് ഫാത്തിമാപുരം ഇടവക കാപ്പന്തലയിൽ നിന്നാണ്. ഇതെൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2022 ഓഗസ്റ്റ് 24 തീയതിയാണ്. ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഉടമ്പടി എടുക്കാനുണ്ടായ കാര്യം, 2021 എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ച് എൻ്റെ ട്രീറ്റ്മെൻറ്റ് സൈഡ് എഫക്റ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി എൻ്റെ മകനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടിയിലൂടെ എനിക്ക് പരിപൂർണ്ണ സൗഖ്യം കിട്ടിയ സാക്ഷി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ക്യാൻസറിനെ തുടർന്ന് എനിക്ക് 2 വർഷം കഴിഞ്ഞ് ഞാൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ജോലി റിസൈൻ ചെയ്ത് ഞാൻ നാട്ടിലെത്തി. അത് കഴിഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടി ഇപ്പോൾ ഞാൻ എൻ്റെ മെഡിക്കൽ എടുത്തു. മെഡിക്കൽ എടുക്കുമ്പോൾ ആദ്യത്തെ മെഡിക്കൽ എൻ്റേത് അൺഫിറ്റായിപ്പോയി. അപ്പോൾ എൻ്റെ ഡിസ്ചാർജ് സമ്മറി ചോദിച്ചിരുന്നു. എന്ത് കാരണം കൊണ്ടാണെന്ന് എനിക്കറിയില്ലായിരുന്നു. മെഡിക്കലും വിസയും ക്യാൻസലായിപ്പോയി. രണ്ടാമത് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് വിസ കിട്ടി, മെഡിക്കൽ എടുത്തു. മെഡിക്കൽ എടുക്കുമ്പോൾ എന്നോട് മെഡിക്കൽ കമ്മീഷനിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് പറയണത് എൻ്റെ ഈ അസുഖത്തിൻ്റെ കാരണം കൊണ്ടാണ് മെഡിക്കൽ ഫിറ്റാവില്ല എന്ന് പറയുന്നു. എല്ലാവരും ലാസ്റ്റ് ചെക്കപ്പിനിരിക്കുന്ന ഡോക്ടറും എന്നോട് പറഞ്ഞു, ഇനി മെഡിക്കൽ എടുക്കണ്ട, ഇത് ഫിറ്റായില്ലെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, ഇല്ല എങ്കിൽ ഇനി എടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ ഉടമ്പടി കാശിലും ഞാൻ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. ഇവരെന്ത് പറഞ്ഞിട്ടും എനിക്ക് മനസ്സിൽ അങ്ങനെ ഒരു പേടി വരുന്നില്ല. അപ്പം ലാസ്റ്റ് ഖത്തറിലോട്ട് മെഡിക്കൽ കമ്മീഷൻ ഇതിനേക്കാൾ അപ്പുറമായിട്ട് ദൈവം എനിക്കായിട്ട് ഒരുപറ്റം ആൾക്കാരെ ഖത്തർ മെഡിക്കൽ കമ്മീഷനിലായിട്ട് ഒരുക്കി നിർത്തിയിരുന്നു. എന്നോട് പറഞ്ഞു മെഡിക്കൽ കഴിഞ്ഞ് എന്നോട് വിളിച്ച് പറയണമെന്ന് പറഞ്ഞിരുന്നു. മെഡിക്കൽ കഴിഞ്ഞ് ഞാൻ ഖത്തറിലോട്ട് വിളിക്കുമ്പോൾ അവർ പറയുന്നത് 1% പോലും ഹോപ്പ് വേണ്ട എന്നാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ അവിടെ നിന്ന് അവരിങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നു 1%, 100% സാധ്യതയാക്കാനുള്ള കർത്താവാണ് എൻ്റെ കൂടെയുള്ളത്. ഞാൻ എന്തിനു പേടിക്കണത്? എവിടെ ചെന്നാലും എല്ലാവരും എന്നോട് പറയുന്നു ഖത്തർ മെഡിക്കൽ പാസ്സാവില്ല, പ്രതീക്ഷിക്കേണ്ടതെന്ന് തന്നെ പറയുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ എന്തോ ഒരു വിശ്വാസവും ധൈര്യവും, ഉടമ്പടിയിലാണല്ലോ ഞാൻ, ആ ധൈര്യം എനിക്കുണ്ട്. ഞാൻ മെഡിക്കൽ കഴിഞ്ഞ് 23 തീയതി ശനിയാഴ്ച ഞാൻ ഇവിടെ വന്ന് അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങി ഇവിടെ നിന്ന് പിറ്റേ ദിവസം അച്ഛൻ്റെ ആരാധനയിൽ കൂടുന്നു. ആരാധന സമയത്ത് ഞാൻ ആ മധ്യത്തിലായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ അച്ഛൻ വിളിച്ച് പറയുന്നു, കെ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ഒരാളുടെ തടസ്സങ്ങളും പ്രശ്നങ്ങളും എടുത്തു മാറ്റുന്നു. എന്ത് പ്രശ്നങ്ങളാണെന്ന് അച്ഛൻ അറിയില്ല എന്ന് അച്ഛൻ പറയുന്നു. പെട്ടെന്ന് എൻ്റെ ശരീരത്തിലേക്ക് പെട്ടെന്നൊരു വൈബ്രേഷൻ പോലെ വന്ന് ഞാനത് ഉറച്ച് വിശ്വസിച്ചു, അത് എൻ്റെ തന്നെയാണെന്ന് വിശ്വസിച്ച് ഞാൻ പറഞ്ഞു. അപ്പം ഞായറാഴ്ചത്തെ മെഡിക്കൽ കമ്മീഷനിലെ മീറ്റിങ്ങിൽ എൻ്റെ റിസൾട്ട് അറിയാമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ നിന്നു. മെഡിക്കൽ റിസൾട്ട് കിട്ടി, ഒരു സാക്ഷ്യം പറഞ്ഞിട്ട് തിരിച്ചു പോകാമെന്ന് കരുതി ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് റിപ്പോർട്ടൊന്നും കിട്ടിയില്ല. പക്ഷേ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു, എൻ്റെ മാതാവ് ഈശോ എന്നെ കൈവിടില്ല, ഞാൻ ഉടമ്പടിയിലാണ്, എനിക്ക് കിട്ടുമെന്നുള്ള ധൈര്യം ഉണ്ടായിരുന്നു. കാരണം കൊച്ചിയിൽ നിന്നും പിന്നെ ഖത്തറിൽ നിന്ന് ഒരേ സ്വരത്തിൽ പറയുന്നു 1% പോലും ഹോപ്പ് വേണ്ട. പക്ഷേ എനിക്ക് എൻ്റെ മാതാവ് എൻ്റെ ഈശോയും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് മുൻപേ ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരത്തുകയും പിത്തളവാതികൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പുകൾ ഒടിക്കുകയും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാര നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. ഇതേപോലെ തന്നെ എനിക്ക് മുൻപ് പോയി എൻ്റെ കർത്താവും എൻ്റെ അമ്മയും കൂടി എൻ്റെ മെഡിക്കൽ അവിടെ പാസ്സാക്കി. കഴിഞ്ഞ വ്യാഴാഴ്ച എൻ്റെ വിസയും വന്ന് ഞാൻ ഉടനെ ഖത്തറിലേക്ക് പോകും. എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. കാരുണ്യപ്രവർത്തികൾ, പൊതിച്ചോറ് വിതരണം ചെയ്യാറുണ്ട്, അനാഥാലയങ്ങൾ സന്ദർശിക്കാറുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങൾ ഞാൻ വഴിയോരങ്ങളിലും ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലുമാണ് കൊടുക്കാറുള്ളത്. പിന്നെ കുർബാന മുടങ്ങാറില്ല, കുമ്പസാരം മുടക്കാറില്ല. ഉടമ്പടിയിലൂടെ എൻ്റെ ആത്മീയ ജീവിതം ഒരുപാട് ഉയർന്നിട്ടുണ്ട്. പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ഞാൻ മുന്നോട്ട് പോകുന്നു. എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹെബ്രായർ 7:25 തന്നിലൂടെ ക്രിസ്തുവിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ ക്രിസ്തു അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. കൊച്ചുറാണി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച അത്ഭുതകരമായ മരിയൻ ഇടപെടലിനെക്കുറിച്ചാണ് ഈ സാക്ഷ്യത്തിൽ പങ്കുവെക്കുന്നത്. മകൾ പറയുന്നുണ്ട്, ക്യാൻസർ രോഗബാധിതയായി വിദേശത്ത് ജോലിയിൽ നിന്ന് നാട്ടിലേക്ക് പോരേണ്ടി വന്നു. പിന്നീട് രോഗവിമുക്തയായി അത് ഉടമ്പടിയെടുത്ത് ജീവിക്കുകയും അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ സൗഖ്യം പ്രാപിച്ചതിൻ്റെ സാക്ഷ്യം മകൾ ഈ അൽത്താരയിൽ പങ്കുവച്ചിട്ടുണ്ട്. മകൾ വീണ്ടും വിദേശത്ത് ജോലിക്ക് പോകുവാൻ വേണ്ടി പ്രോസസ്സ് ആരംഭിച്ചു. മെഡിക്കൽ അതിൻ്റെ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോയി.
ആദ്യം മെഡിക്കലിൽ ചെന്നു, പരാജയപ്പെട്ടു, കാര്യം മനസ്സിലായില്ല. രണ്ടാമത് മെഡിക്കലിന് വേണ്ടി ചെല്ലുന്നു. അപ്പോഴാണ് അവർ സൂചിപ്പിക്കുന്നത് ഖത്തറിലേക്ക് ക്യാൻസർ രോഗം സൗഖ്യപ്പെട്ട വ്യക്തികളെ മെഡിക്കൽ ഫിറ്റായിട്ട് അവരയക്കാറില്ല, എടുക്കാറില്ല. അത് മകൾക്ക് വലിയൊരു വിഷമത്തിന് കാരണമായി. കാരണം തൻ്റെ വിദേശത്തുള്ള ജോലി ഏതാണ്ട് പൂർണ്ണമായി അസ്തമിക്കുന്നതിൻ്റെ ഒരു വാക്യമാണ് അവർ മെഡിക്കൽ കിട്ടത്തില്ല എന്ന് പറയുന്നതിലൂടെ മകളോട് പറയുന്നത്. അതാണ് മകൾ ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ അരികിൽ ഉടമ്പടി പുതുക്കി കണ്ണീരോടെ അമ്മയ്ക്ക് നിയോഗം കൊടുത്ത് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ഉടമ്പടി ധ്യാനം കൊടുന്നതിന് വേണ്ടി ആലയത്തിലെത്തുന്നത്. ഒരു ദിവസം കണ്ണീരോടെ അമ്മയുടെ അരികിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ വഴികളെല്ലാം അടയുന്നു, എൻ്റെ ജീവിതവും ജോലിയും തീരുകയാണ്, എൻ്റെ സ്വപ്നങ്ങളെല്ലാം തീരുന്നു. അമ്മ മാതാവ്, അമ്മയ്ക്ക് മാത്രമേ ഇനി ഇതിലിടപെടുവാനും എന്തെങ്കിലും എനിക്കൊരു പുതിയ പ്രതീക്ഷയും പുതിയ ജീവിതവും തരുവാനും സാധിക്കുകയുള്ളൂവെന്ന് മകൾ പറയുന്നുണ്ട്. ഇവിടെ അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറയുന്നു, കെ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വ്യക്തിയുടെ തടസ്സങ്ങൾ മാറുന്നു, പ്രശ്നങ്ങൾ എടുത്തു നീക്കുന്നു. അത് അച്ഛൻ ആ വാചകം പറഞ്ഞു പോകുമ്പോൾ മകൾ കൃത്യമായി പറയുന്നുണ്ട്, എൻ്റെ ശരീരത്തിലൂടെ ഒരു തരിപ്പ് അനുഭവപ്പെട്ടു. അത് ഒരമ്മ മാതാവിൻ്റെ ഇടപെടലും സാന്നിധ്യാനുഭവമായി എനിക്ക് മനസ്സിലായി. അത് എൻ്റെ ജീവിത വിഷയത്തെയാണ് ഏറ്റെടുക്കുന്നതെന്ന് എനിക്ക് പിടികിട്ടി. ഞാൻ മെഡിക്കലിൽ ചെല്ലുമ്പോൾ അവർ പറയുന്നുണ്ട്, ചെയ്യണ്ട, പൈസ കളയണ്ട, ഇത് നടക്കില്ല, കിട്ടത്തില്ല എന്ന് കൃത്യമായി തന്നെ പറയുന്നു. മകൾ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്ന വാക്കുകളിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. അമ്മ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് മകൾ പറയുന്നുണ്ട്. ആ പൂർണ്ണ അമ്മയിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് ബാക്കി എല്ലാവരും എതിര് പറയുമ്പോൾ ഞാൻ ആ മെഡിക്കലിന് വേണ്ടി പങ്കുചേർന്നു. അതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. വീണ്ടും ചൊവ്വാഴ്ചയിലേക്ക് ഞാൻ കാത്തിരിക്കുകയാണ്. അതോടുകൂടി ഏതാണ്ട് എനിക്ക് തീരുമാനമായി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ വിദേശത്ത് ഇത് വിളിച്ചു പറയുമ്പോൾ അവരും മെഡിക്കൽ കിട്ടില്ല, അത് നടക്കില്ല എന്ന് മടിപ്പിക്കുന്നുണ്ട്. മകൾ വിശ്വാസം കൈവിടാതെ അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്തിട്ടുണ്ട്. കാരണം അവൾ ആദ്യം ഗുരുതരമായൊരു രോഗത്തിൽ നിന്ന് അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ സൗഖ്യം പ്രാപിച്ചവളാണ്. മരുന്നും ലേപനവുമല്ല, മറിച്ച് അമ്മ മാതാവിനുള്ള ആശ്രയവും ഈശോയുടെ തിരുരക്തവുമാണ് മകളെ വലിയ രോഗത്തിൽ നിന്ന് സൗഖ്യപ്പെടുത്തിയതെന്ന് അവൾക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർ എന്തു പറഞ്ഞാലും അതിന്മേൽ ശബ്ദമുള്ള, വോയിസുള്ള, അതിന്മേൽ അധികാരമുള്ള എൻ്റെ അമ്മ മാതാവും ഈശോയും ഈ വിഷയത്തിൽ എനിക്ക് അനുകൂലമായ തീരുമാനം തരും. അതൊരു ഉറച്ച ബോധ്യവും അത് ഉലയാത്ത ഒരു വിശ്വാസവുമായിരുന്നു. അതാണ് മകൾ പറയുന്നത്, ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം ശാന്തമായി, തീഷ്ണമായി, സന്തോഷത്തോടെ ചെയ്തുകൊണ്ടിരുന്നു. 2 ദിവസം കൂടെ കഴിയുമ്പോൾ എന്നെ വിളിച്ച് അവർ പറഞ്ഞു, മെഡിക്കലി ഫിറ്റാണ്, നിനക്ക് ഇങ്ങോട്ട് കയറിപ്പോരാമെന്ന്. ഇതാണ് നമുക്ക് സാഹചര്യം മുഴുവൻ എതിര് നിൽക്കുമ്പോഴും അസാധ്യമെന്ന് എല്ലാവരും പറയുമ്പോഴും നമുക്ക് വേണ്ടി നമ്മുടെ കുറവുകളെല്ലാം കണ്ടുകൊണ്ട് ജീവിതത്തിലേക്ക് നാം പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളെ അനുവദിച്ച് അനുഗ്രഹമാക്കി നൽകുവാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ശക്തിയുണ്ട്. അമ്മ അനേക മക്കളെ അതിലേക്ക് നയിക്കുന്നുണ്ട്. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പറയുന്നത്. തൻ്റെ ഭൗതികമായ കുറവുകളെ ഒന്നും പരിഗണിക്കാതെ, തൻ്റെ രോഗം മൂലമുള്ള കുറവുകളെ ഒന്നും പരിഗണിക്കാതെ എൻ്റെ അമ്മ മാതാവും ഈശോയും എനിക്ക് വേണ്ടി ഞാൻ വെച്ചൊരു നിയോഗത്തെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ അനുവദിച്ച് അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ നന്മയെയും അസാധ്യമെന്ന് കരുതിയത് സുസാധ്യമാക്കി കൊടുത്ത ഈ മെഡിക്കൽ ഫിറ്റ്നസ്സിനെയും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.